ശാലിനി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. നിനക്കിതുവരെ തോന്നിയിട്ടില്ലേ നമുക്ക് ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന്? നല്ല ആളാ പറയുന്നത്. എന്നുവെച്ചാ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. ആ ഓക്കെ, പറഞ്ഞോ. കാര്യം എന്തായി? ഇല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. മനസ്സിലായോ? ശരി, ഓക്കെ. ദേഷ്യത്തിലാണോ? ഇല്ലല്ലോ. പിന്നെന്താ എന്റെ നേരെ നോക്കാത്തെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ജോലിയുടെ കുറച്ച് പ്രഷറുണ്ട്. ഇന്നലെ രാത്രി അങ്ങനെ പറഞ്ഞതിന് സോറി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇറങ്ങുവാണേ. ഹലോ. ആ ഹലോ. പുള്ളിക്കാരൻ പോയി. ശരി. കേറി വാ. ശരി. നീ എൻ്റെ ഒപ്പം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്തായേനെ? എല്ലാം കൂടി ഭ്രാന്ത് പിടിച്ചേനെ. എങ്കില് നീ എന്റെ കൂടെ വാ. എന്തിനാ നീ പേടിക്കുന്നേ? ആവേശത്തില് മണ്ടത്തരം കാണിക്കരുത്. എല്ലാത്തിനും ഓരോ രീതികളുണ്ട്. എന്നുവെച്ചാ? രാജേഷിന്റെ പ്രോബ്ലം നിനക്കറിയാവുന്നതല്ലേ? കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ട് ഫാമിലി മുഴുവനാക്കണമെന്നാ പറയുന്നത്. പക്ഷെ അപ്പൊ എന്റെ ആഗ്രഹങ്ങളോ? പിന്നെ നീ എന്തിനാ അയാളെ കല്യാണം കഴിച്ചത്? എന്റെ വീട്ടുകാര് നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതാ. അവര് രാജേഷിന്റെ സ്വത്ത് മാത്രമേ നോക്കിയുള്ളൂ. സ്വത്ത് നോക്കിട്ടോ? അയാളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യാണെങ്കിലേ എനിക്കൊരു 10 പൈസ പോലും കിട്ടില്ല. പിന്നെന്ത് ചെയ്യും? ഞങ്ങൾക്കിടയില് ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും അയാൾ എന്നെ വിട്ടുകളയുന്നില്ലല്ലോ. അതുപോലെ അയാളുടെ പ്രോബ്ലത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അയാളെ ഞാൻ തളർത്തും. അങ്ങനെ അവസാനം ഒരു ദിവസം അയാൾക്ക് മതിയായിട്ട് അയാൾ എന്നെ ഡൈവോഴ്സ് ചെയ്യും. അപ്പൊ എനിക്ക് സ്വത്തിന്റെ ഒരു പാർട്ട് കിട്ടുകയും ചെയ്യും.
അപ്പൊ ഇനി ഇതിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ക്ഷമിച്ചിരിക്കുക. ക്ഷമയെന്ന് പറയുന്നതേ ഓട്ടിൻ സൂപ്പ് പോലെയാണ്. ഉം. സൂപ്പ് കിട്ടിയാ മതി. ആ. ശാലിനി, രാവിലെ തന്നെ എഴുന്നേറ്റ് ഇത് എങ്ങോട്ടാ പോയേ? ഇന്ന് മുതൽ ഞാൻ ജോഗിങ്ങിന് പോകാൻ തുടങ്ങി. നല്ല കാര്യമല്ലേ? നാളെ മുതൽ നീയും കൂടെ എൻ്റെ കൂടെ വന്നാൽ നന്നായിരുന്നേനെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തായിരുന്നു. ഐ എം സോറി ശാലിനി, ബട്ട് ഇന്ന് ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ബട്ട് ഐ പ്രോമിസ്, ഈ വീക്കെൻഡിൽ നമുക്കൊരു ലോങ് ഡ്രൈവിന് പോവാം. നിനക്ക് ഇഷ്ടമുള്ള സ്പോട്ടിൽ പോയിട്ട് നല്ല ഭക്ഷണവും കഴിക്കാം. ആൻഡ് ശാലിനി, സോറി ഫോർ യെസ്റ്റർഡേ. മീ ടു, സോറി. ഈ ചിരിയുണ്ടല്ലോ, അത് നിന്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവണം. എനിക്കത് മതി. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഉം. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങോട്ട് നോക്കി. നിങ്ങൾക്കറിയാവുന്നതല്ലേ, കണ്ണി കണ്ട മെഡിസിനൊക്കെ കഴിച്ച ആരോഗ്യം മോശമാവത്തേ ഉള്ളൂ. എന്തിനാ ഈ മരുന്നൊക്കെ കഴിക്കുന്നേ? ആദ്യം ഇത് അക്സെപ്റ്റ് ചെയ്യ. പോട്ടെ. നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും വിശേഷം എന്തൊക്കെയുണ്ടെന്ന് പറയ്. നല്ല വിശേഷം. ഞാനൊരു കാര്യം പറയട്ടെ. ഈ ആഴ്ചത്തെ വീക്കെൻഡ് പ്ലാനിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് നിന്റെ അച്ഛനെയും അമ്മയും കണ്ടാലോ? അത് നല്ല കാര്യല്ലേ, എനിക്ക് സന്തോഷായി. ശരി, എനിക്ക് ഓഫീസിലോട്ട് പോകാൻ സമയമായി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നീ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഹലോ, How are you? ഐ വിൽ കോൾ യു ലേറ്റർ. അയാള് വീട്ടിലുണ്ടോ? ആ, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നെ കാണാൻ ഇപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ? എന്നെ വിട്. എന്തു പറ്റി ശാലിനി? എന്താ വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഇന്ന് ഭർത്താവുമായിട്ട് തല്ലു പിടിച്ചോ? ഏയ്, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തു പറ്റി? എന്നോട് പറ. ഇത് ശരിയാവില്ല. ഇനി ഇതെന്നെ കൊണ്ട് പറ്റില്ല.
എന്ന് വെച്ചാ എന്ത് തെറ്റാണെന്ന് വ്യക്തമായിട്ട് പറ. ഞാൻ പറഞ്ഞു എന്ന് എന്താന്ന് വെച്ചാ, രാജേഷിന് സുഖമില്ലെങ്കിൽ ഞാൻ അയാളുടെ ഒപ്പം നിൽക്കല്ലേ വേണ്ടത്. എനിക്കിടയ്ക്കിടയ്ക്ക് ദേഷ്യം വരാറുണ്ടെന്ന് സമ്മതിക്കുന്നു, വഴക്ക് കൂടാറുണ്ട്. പക്ഷെ എന്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ പോലും അറിഞ്ഞു ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്നെ അങ്ങനെ ഒരുപാട് കെയർ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആണെന്ന് തോന്നും. എന്നെ കൊണ്ട് ഇനി ഇതിനൊന്നും പറ്റില്ല. ശരി, നിന്റെ ഇഷ്ടം പോലെ. ഇത് നിന്റെ ജീവിതം. ഞാൻ പോകുമോ? ഹലോ, ഞാനിവിടെ എത്തി. എന്നിട്ട് എവിടെ? നിങ്ങളുടെ പുറകിൽ. എന്താ വേണ്ടെന്നറിയാലോ? യെസ് സാർ. ഇതിലെല്ലാ വിവരങ്ങളും ഉണ്ട്. അസൈൻമെന്റ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടണം. ഓക്കെ സാർ, കഴിഞ്ഞിട്ട് അറിയിക്കാം. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വാട്സപ്പിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തോളാം. ഹലോ, സുഖമല്ലേ? ആ സുഖം തന്നെ. പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റുമോ? എവിടെ വെച്ച്? ഞാൻ വീട്ടിലേക്ക് വരാം. ഓക്കെ, പക്ഷെ എന്താ കാര്യം? അത് സർപ്രൈസാ. ഇന്നൊന്ന് കാണണം, പിന്നെ ഒരിക്കലും കാണില്ല. ശരി, എന്നാ വന്നോ. നമുക്കിനി 1 മണിക്കൂറേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അങ്ങേര് വരും. ശരി, ഐ എം കമ്മിങ്. ഹലോ, ഞാൻ പുറത്തുണ്ട്. ശരി, വാതിൽ തുറന്നിട്ടേക്ക്, അകത്തേക്ക് വാ. ഓക്കെ. ശാലിനി, ശാലിനി, ശാലിനി. എന്താ? അത്രയ്ക്കെന്താണ് അത്യാവശ്യം? ആദ്യം നിനക്ക് എന്നെ എത്ര വിശ്വാസമുണ്ടെന്ന് പറ. സാഹിൽ, ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തരം പറ. ഒരുപാട്. അതുകൊണ്ടല്ലേ നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. എങ്കിൽ ശരി, ഒന്നും പറയണ്ട. നീ സമാധാനമായിട്ട് കണ്ടാ മതി. എന്ത്? അതിനുള്ള ഉത്തരം നിനക്ക് കിട്ടും. പക്ഷേ പ്രോമിസ്. ആ, പ്രോമിസ്. ഇതെന്തായി കാണിക്കുന്നത്? ഹലോ, ഹലോ. സാർ, വർക്ക് കഴിഞ്ഞു. എന്റെ ഭാര്യയെ കൊന്നു കഴിഞ്ഞിട്ട് എല്ലാം വലിച്ചു വാരിയിടണം. വീട്ടിലൊരു മോഷണ ശ്രമം നടന്നതുപോലെ ഉണ്ടാവണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. മനസ്സിലായോ? കെയർഫുൾ.
ഓക്കെ സർ. ശാലിനി, നീ എന്തു പറ്റി? എന്നെ ജീവനോടെ കണ്ട് ഞെട്ടിപ്പോയോ? ഇനി മുതൽ ഞാൻ നിങ്ങളെ സംബന്ധിച്ച് മരിച്ചു പോയെന്ന് കൂട്ടിയാൽ മതി. നിനക്ക് കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു പറയേണ്ട കാര്യമില്ല, ഇതെൻ്റെ കടമയാണ്. നീ വാ, ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാം.